അസ്സലാമു അലൈക്കും. അങ്ങനെ ഈ ഒരു റമദാന് നമ്മളോട്ട് ഇങ്ങനെ പോകാനായി. നോമ്പൊക്കെ കഴിയാറായല്ലേ. എല്ലാവർക്കും പലർക്കും ഭയങ്കര ക്ഷീണവും സങ്കടവും സന്തോഷവും ഒക്കെ ആയിട്ടുള്ളൊരു മിക്സഡ് ഫീലിംഗ് ആണ് റമദാൻ്റെ ലാസ്റ്റുള്ള ദിവസങ്ങൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഒരുപാട് പേർക്ക് ഒരുപാട് പേരിങ്ങനെ വിഷമം അനുഭവിക്കുന്ന ആൾക്കാർ നമ്മൾക്ക് ചുറ്റുമുണ്ട്. നമുക്കിത് ഓരോ ദിവസം നമ്മൾ കാണുന്ന വാർത്തകളും അങ്ങനെയൊക്കെയാണല്ലോ. മക്കളാൽ വിഷമിക്കപ്പെടുന്ന മാതാപിതാക്കളാണ് ഏറ്റവും വലിയ വിഷമം അനുഭവിക്കുന്ന ആൾക്കാർ. പടച്ചോൻ അവർക്ക് എല്ലാവർക്കും നല്ല സമാധാനവും സന്തോഷമൊക്കെ എത്രയും വേഗം പടച്ചോൻ അവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ. അങ്ങനൊരു ദുആ മാത്രമല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിന്ന് സാദാ ബീഫ് കറിയും ചോറും പരിപ്പും അച്ചാറും ഒക്കെയാണ് ആക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ ബീഫ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുളക് പൊടി, മല്ലിപ്പൊടി, പെരുംജീരകം, പിന്നെ ഉപ്പ് ഇതെല്ലാം ചേർത്ത് നല്ല രീതിയിലൊന്ന് കരിയാണ്ട് നല്ല രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കറിക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് പ്രഷർ കുക്കറിൽ ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളവും പിന്നെ നമ്മുടെ ബീഫും കൂടി ഇട്ടതിന് ശേഷം കുറച്ച് ഉലുവ വേണമെങ്കിൽ ഇടാം, നിർബന്ധമൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ട് ഇച്ചിരി ഉലുവ ഇട്ട് നോക്കിയതാണ്. കുഴപ്പമില്ല, വേണം കിട്ടാതില്ലെങ്കിൽ ഇടണ്ട. പിന്നെ നമ്മുടെ സ്പൈസ് പൗഡേഴ്സ് ഇല്ലേ, നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പില, കുഞ്ഞുള്ളി ചേർത്തതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം ക്ലോസ് ചെയ്ത് ബീഫിൻ്റെ വേഗം അനുസരിച്ചിട്ടുള്ള വിസിലിട്ട് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ പാനിൽ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം ഇതിന്. വെളിച്ചെണ്ണയിൽ കുഞ്ഞുള്ളി, സവാള, പിന്നെ പച്ചമുളക് എല്ലാം കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. നല്ല രീതിയിലേക്ക് വഴറ്റിയെടുക്കണം. അതിനുശേഷം തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. തക്കാളിയും ആഡ് ചെയ്തതിന് ശേഷം അതും നല്ല രീതിയിൽ കുക്കാവുന്ന വരെ അടച്ച് വെച്ച് വേവിക്കണം. നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് വരണം നമ്മുടെ നമ്മുടെ തക്കാളിയും സവാളയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വഴറ്റി കിട്ടണം. കുക്കായില്ല എന്നുണ്ടെങ്കിൽ അടച്ച് വെച്ചിട്ടൊരു 5 മിനിറ്റൊക്കെ അടച്ച് വെച്ച് കുക്ക് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ സവാളയുടെ സായം തക്കാളിയുടെ തായമായിപ്പോയതാണ്. നല്ല രീതിയിൽ തക്കാളിയും സവാളയൊക്കെ കുക്കായി കിട്ടും കേട്ടോ. അതിനുശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്പൈസ് പൗഡേഴ്സ് നേരത്തെ ആഡ് ചെയ്ത സ്പൈസ് പൗഡേഴ്സ് ഇല്ലേ, അതെല്ലാം നേരത്തെ 2 ടേബിൾ സ്പൂൺ വെച്ച് ആഡ് ചെയ്ത് എല്ലാം 1 ടീസ്പൂൺ വെച്ച് നമുക്ക് വീണ്ടും ഗരം മസാല കൂടി കുറച്ചിട്ട് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരുന്ന ബീഫില്ലേ അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് ആവശ്യത്തിന് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. തിളപ്പിക്കുക, ക്ലോസ് ചെയ്യുക, 5 മിനിറ്റ് വെക്കുക, എടുത്ത് നോക്കുക, സെറ്റായി. പിന്നെ പരിപ്പ്, പിന്നെ മഞ്ഞ കളർ പരിപ്പും ചുവന്ന പരിപ്പും, പിന്നെ തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, സവാള ഇതെല്ലാം കൂടി ചേർത്തിട്ട് പ്രഷർ കുക്കറിൽ 1 കപ്പ് വെള്ളത്തിൽ ഇതെല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യണം, 3 വിസിലായിക്കോട്ടെ, 3 വിസിലിട്ട് നല്ല രീതിയിൽ കുക്ക് ചെയ്തെടുക്കുക. അയ്യോ, ഐസ് ചെറുതായിട്ടൊന്ന് വീണതാണ്. ഇപ്പം എണീറ്റ് നിൽക്കാനൊക്കെ ആയല്ലോ. എണീറ്റ് നിൽക്കും, വന്ന് വീഴും, എണീറ്റ് നിൽക്കും. ഇതാണ് പരിപാടി. അപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ നല്ല രീതിയിൽ കുക്കായി. വേറൊരു പാനിൽ നല്ല രീതിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുക്, കറിവേപ്പില, വറ്റൽമുളക് ചേർത്ത് താളിക്കുക. ഈ താളിപ്പിൽ തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകപ്പൊടി, മല്ലിപ്പൊടി, കസൂരി മേത്തി നിർബന്ധമാണ്, സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. നല്ല ഞാൻ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് ആ പരിപ്പ് കറിക്ക് വരുള്ളൂ. നല്ല രീതിയിൽ തീ ഓഫ് ചെയ്തിട്ട് ഈ മസാല പൊടികളൊക്കെ റോസ്റ്റ് ചെയ്തെടുക്കുക, വഴറ്റിയെടുക്കുക. അതിന് ശേഷം കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പരിപ്പില്ലേ ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യണം. ആ ഫ്ലേവേഴ്സൊക്കെ അതിനകത്തൊന്ന് നല്ല രീതിയിൽ ഒന്ന് അബ്സോർബ് ആവാൻ വേണ്ടിയാണ് അടച്ച് വെച്ച് കുക്ക് ചെയ്യണേ. അതിനുശേഷം നമ്മൾ ഒരു ടീസ്പൂണോളം ഞാൻ ഇച്ചിരി കൂടി കുറച്ച് കൂടുതൽ ഒഴിച്ചു പോയി, അറിയാണ്ട് പറ്റിപ്പോയതാണ്. നിങ്ങൾ അത്രയും നെയ്യ് ഒഴിക്കണമെന്നില്ല. ഒരു ടീസ്പൂൺ നെയ്യില്ലേ ജസ്റ്റ് ഒന്ന് തൂകി കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വെക്കണമെന്നില്ല, കറി റെഡിയായി. അപ്പോൾ നല്ല ബെസ്റ്റ് പരിപ്പ് കറിയാണ് കേട്ടോ ഇത്. നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല, നമ്മുടെ ചപ്പാത്തിയുടെ കൂടെ, ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പരിപ്പ് കറിയാണ്. കണ്ടോ, അതിൻ്റെ ഒരു ക്രീമി ആയിട്ടുള്ളൊരു ടെക്സ്ചർ. പരിപ്പ് കറിയുടെ ടേസ്റ്റേ അല്ല, പരിപ്പ് കറിയുടെ ടേസ്റ്റൊക്കെയാണ്, പക്ഷേ എന്നാലും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു പരിപ്പ് കറിയാണ്. നിങ്ങൾ
കസൂരി മേത്തി മേടിച്ചിട്ട് നിങ്ങളിതിങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോംബോ ആണ്. സാദാ ചോറും സുർജിക്കുന്ന സാദാ ചോറും പരിപ്പ് കറിയും അച്ചാറൊക്കെ മതി എന്ന് പറഞ്ഞു. നോമ്പിന് പുള്ളി ഇതുവരെ ചോറ് കഴിച്ചില്ല. അപ്പോൾ അത് ചോദിച്ചതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ ആക്കി. അപ്പോൾ എന്തായിരുന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ബീഫ് കറി ഇങ്ങനെ തന്നെ വെക്കണമെന്നൊന്നും പറയില്ല. ബീഫ് കറി എങ്ങനെ വെച്ചാലും ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഉലുവ ഇടുന്നത് എനിക്ക് വലിയ സുഖമുള്ള പരിപാടിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്ന് പേഴ്സണലി എനിക്കതിൻ്റെ ഒരു ഫ്ലേവർ നമ്മുടെ ഇറച്ചിയുടെ കൂടി ഞാനിതങ്ങനെ ഉപയോഗിക്കാറുണ്ട്. എല്ലാവരും പലരും ഇടുന്നത് കണ്ടിട്ടുള്ളത് കൊണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി അതൊന്ന് ഇട്ടെന്നേ ഉള്ളൂ. ഉലുവ ഇടണമെന്ന് ഞാൻ അങ്ങനെ പറയൂല. വേണമെങ്കിൽ ഇട്ടാൽ മതി, അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇട്ട് ശീലിച്ചവരാണെങ്കിൽ കുഴപ്പമില്ല. എനിക്കെന്തോ ഇട്ട് ശീലിക്കാത്തത് കൊണ്ട് എനിക്ക് ആ ഒരു സംഗതി എനിക്കത് വേണ്ടായിരുന്നു എന്ന് തോന്നി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അസ്സലാമു അലൈക്കും.